मैं उन्हें माफ करना चाहता हूँ। समाज भी मेरी इस बात को स्वीकार करे। റാപ്പിഡ് ഫോഴ്സിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളോട് നിങ്ങൾ ചെയ്ത ആ ചെറിയ തെറ്റിനെ മോഡിജി ക്ഷമ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആണികൾ തറപ്പിച്ച ലാത്തികൾ കൊണ്ട് അടിവാങ്ങിയ വിദ്യാർത്ഥികളോട് നിങ്ങളോടും മോഡിജി ക്ഷമ നൽകിയിട്ടുണ്ട്. ഈ ചേച്ചിയോടും മോഡിജി ക്ഷമിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു പോലീസുകാരനോട് ഇങ്ങനെ പെരുമാറരുത്, കവിളൊന്നും പോലീസുകാരൻ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കരുത്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. എന്നാലും മോഡിജി ക്ഷമിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളോട് മോഡിജി ക്ഷമിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും പോലീസുകാർക്ക് പിന്നാമ്പുറം കാണിച്ചു കൊടുക്കരുത്. പിന്നാമ്പുറം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. ഈ വിദ്യാർത്ഥികളോടും മോഡിജി ക്ഷമ നൽകിയിട്ടുണ്ട്. അങ്ങനെ മോഡിജി നമ്മളോട് ക്ഷമിച്ച സ്ഥിതിക്ക് ആ ക്ഷമ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളും ആ ക്ഷമ അല്ലെങ്കിൽ മോഡിജിയുടെ അപ്പോളജൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മളോട് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളിൽ ക്ഷമ കാണിച്ച മോഡിജിയുടെ ക്ഷേത്രം പണിയുന്നുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കാര്യമായ സംഭാവന നൽകണം. പണമായിട്ടോ വിഗ്രഹമായിട്ടോ സ്വർണമായിട്ടോ വെള്ളിയായിട്ടോ ഒക്കെ നൽകണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിലേക്ക് മോഡിജിയെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു.